ഹലോ എവ്രിവൺ, ലോഗ്രാനിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് സ്റ്റേജ് 2 പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പം നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളതല്ല, നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, അതുപോലെ തന്നെ മാത്സും ഒക്കെ നമുക്ക് ടൈമിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിക്കാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 5/2025 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 2ഉമാണ് ശരിയെന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവയാണ് ശരി. തെഹരി ഡാം, കൃഷ്ണ നദി എന്ന് പറയുന്നത് തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ കോഡ് എ ആണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത് കണ്ടെത്തുക എന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവയാണ് ശരിയെന്ന് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ രാജാറാം മോഹൻ റോയിയുടെ രചനയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 4 മാത്രമാണ് രാജാറാം മോഹൻ റോയിയുടെ രചനയല്ലാത്തത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത് കേട്ടോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ജനീവ എന്ന് കൊടുത്തിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ളത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അബ്ദുൽ കലാം ആസാദ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ആസാം ഹിമാലയ പർവ്വതത്തിൽ ഉയരം കൂടിയത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നഞ്ചബർവ. 12, കശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. കരീവ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി ആണ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് നിയന്ത്രിച്ചിരിക്കുന്നത്. 14, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ടൈറ്റാനിയം ഓക്സൈഡ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്. ഓപ്ഷൻ ഡി. ഓക്സ്ബോ തടാകങ്ങൾ കേട്ടോ. 16, നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. 17, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. കസാൻ, റഷ്യ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഘുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. പഞ്ചസാര വ്യവസായം. 19, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്. ആൻസർ ഓപ്ഷൻ ബി. മധ്യപ്രദേശ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്. ആഗോള സുസ്ഥിര വികസനം. 21, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 22ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ സി ആണ്. 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. കേരളം. 24, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 25, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നവമഞ്ചരി. 26, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ധോളവീര. 27, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 മാത്രം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നത് ആനി ബെസന്റ് അല്ല. 28, പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. സുബ്രഹ്മണ്യ ഭാരതി. 29, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇ വി രാമസ്വാമി നായ്ക്കർ. 30, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ആണ്. തെലങ്കാന. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുകയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1D, 2C, 3A, 4B എന്നുള്ളതാണ് കേട്ടോ.
ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പിങ്കളി വെങ്കയ്യ. 33, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. 34, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. 35, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം മാത്രം. 36, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ്. 37, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ആൻസർ ഓപ്ഷൻ ബി ആണ് സുകുമാർ സെൻ. 38, അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹേബിയസ് കോർപ്പസ്. 39, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠം. 40ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. തന്നിരിക്കുന്നവരെല്ലാവരും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു. 41, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വേമ്പനാട്ട് കായൽ. 42, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം? ആൻസർ ഓപ്ഷൻ ബി ആണ് ബുദ്ധമയൂരി. 43, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കബനി. 44, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ആൻസർ ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. 45, ഇരുവികുളം ദേശീയ ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരയാട്. 46, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ സി ആണ് രാമനാട്ടം. 47, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. 48, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ചിങ്ങം 1. 49, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നാഫ്ത. 50ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി നീണ്ടകര. 51, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1ഉം 4. 52, 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ആൻസർ ഓപ്ഷൻ എ നിഹോൺ ഹിൻഡ്യാക്യോ. 53, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. 54, ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. 55, 2025 പ്രഥമ ഖൊഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ. 56, VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? ആൻസർ ഓപ്ഷൻ സി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 57, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി? ആൻസർ ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. 58, ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KV മേനോൻ? ആൻസർ ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. 59, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കുന്നതിനുള്ള കേരള പോലീസ് പദ്ധതി? ഓപ്ഷൻ ബി ആണ് കൂട്ട്. 60, മഹാകവി G ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 61, സസ്യങ്ങളിൽ ബീജ സംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു. 62, എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡൻ. 63, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക? ആൻസർ ഓപ്ഷൻ ഡി ഗോൾഗി കോംപ്ലക്സ്. 64, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കണ്ടെത്തുക? ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. 65, തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക? ആൻസർ ഓപ്ഷൻ ബി ആണ് ലിപ്പേസ്. 66, തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ ബി വേനൽക്കാലത്ത് ബസപ്രസിന്റെ അളവ് കുറവായിരിക്കും. 67, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയേത് തെറ്റേത് കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ശരി 3ഉം 4ഉം തെറ്റ്. 68, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് മുയൽ വളർത്ത്. 69, കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെന്നി നീങ്ങുന്ന സന്ധി. 70, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉമാണ് ശരി. 71, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഫ്ലൂറിൻ. 72, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അൽനിക്കോ. 73, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ബേക്കലൈറ്റ്. 74, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്. 75, LPGയിലെ മുഖ്യ ഘടകം? ഓപ്ഷൻ ബി ബ്യൂട്ടേൻ. 76, പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ത്വരണം. 77, ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ന്യൂട്ടൺ.
78 ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 79 താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് അറ്റോമിക് റിയാക്ടറുകൾ. 80ാമത്തെ ക്വസ്റ്റ്യൻ കടലിലെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അൾട്രാസോണിക് സൗണ്ട്. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. 81 തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 62. 82 താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ജോഡികളുടെ തുക 1 വരാത്തത് ഏതെന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് 5/11, 4/11. 83 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിലെ കുറച്ച് വെള്ളമുണ്ട്, അതിൽ 20 ലിറ്റർ അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 7 ലിറ്റർ. 84ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് 5/4. 85 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 780 രൂപയാണ്. 86 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 30 മിനിറ്റ്. 87 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 5/4. 88 ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. ആ ക്വസ്റ്റ്യനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 2415 രൂപയാണ് ആൻസർ. 89 196 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 14 മീറ്റർ. 90 5 7 14 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 70. 91 5 വർഷം മുൻപ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. വയസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 11 വയസ്സ്. 92 ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എന്ന് എഴുതിയിരിക്കുന്നു. കോഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് JCVG എന്നതാണ് വരുന്നത്. 93 1 മൈനസ് 1/2 × 1/2 പ്ലസ് 1/2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ഇ ആണ് 1/4 ആണ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. 94 തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് വരുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് EV എന്നുള്ളതാണ് ആൻസർ. 95 തന്നിരിക്കുന്ന പദങ്ങൾ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുകയാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 3 1 2 5 4 എന്നുള്ളതാണ് ശരിയായ ക്രമീകരണം. 96 തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് 63. 97 ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. വരിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് 2. 98 ഒരു വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു, അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് 16 കിലോമീറ്റർ തെക്കാണ് ആൻസർ. 99 ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയെക്കാളും ഡിയെക്കാളും കുറവാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 100ാമത്തെ ക്വസ്റ്റ്യൻ ABC = 6 BCD = 9 എങ്കിൽ CDE എന്ന് പറയുന്നത് ഇത്രയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് 12. അപ്പൊ ഇത്രയാണ് നമ്മുടെ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഫൈനൽ കീ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിലീഷൻസ് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തൊക്കെ ഡിലീഷൻ പോകുന്നുള്ളത് നമുക്കറിയില്ല. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അധികം ഡിലീഷന് സാധ്യത ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ പറ്റുന്നവരൊക്കെ നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക, അടുത്ത എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. 10th മെയിൻസ് ഉടനെ തന്നെ ഉണ്ടാകും. നമുക്ക് ഏപ്രിൽ അവസാനത്തോടുകൂടി തന്നെ എന്തായാലും 10th പ്രിലിംസ് ഉണ്ടാകും. 10th മെയിൻസ് എക്സാംസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നല്ലൊരു മാർക്ക്, സിലബസ് കവർ ചെയ്യുന്നതിലല്ല നല്ലൊരു മാർക്ക് നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വന്നാൽ പോരല്ലോ, നമുക്ക് നല്ലൊരു റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടത്തുള്ളൂ എന്നുള്ളത് ധാരണയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. ആദ്യം തന്നെ ജോലി വേണമെങ്കിൽ റാങ്കിന്റെ ഏറ്റവും ആദ്യത്തെ പൊസിഷനിൽ തന്നെ നമ്മൾ ഉണ്ടായിരിക്കണം. അപ്പം സെക്രട്ടേറിയറ്റ് OA ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ എന്തായാലും നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ളവർ കട്ടയ്ക്ക് തന്നെ പഠിച്ചോളൂ. കാരണം ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.